ഹായ്, നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ സിബ് വെച്ച് നോക്കിയാൽ ഈ സിബ് വെക്കാൻ ഒട്ടുമിക്ക പേർക്ക് എന്താണ് പേടിയാണ്, തെറ്റിപ്പോവോ അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് അല്ലേ. നല്ല ഈസി ആയിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ പുറത്തും ഉള്ളിലും സ്റ്റിച്ചിങ്ങോ കാര്യമൊന്നും കാണാത്ത രീതിയിൽ എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് അതേപോലെ ലൈനിങ് ക്ലോത്തും കൂടി കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നെക്ക് അവിടെ നമ്മൾ ലൈനിങ്ങിലാണല്ലോ നെക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിലേക്കൊന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, വരച്ചെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സിബ് എന്ത് ചെയ്ത് കൊടുക്കുക, അതിന് വെച്ച് കൊടുക്കുക. അതായത് നോർമലി നമ്മളിപ്പോൾ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ മെയിൻ ക്ലോത്തിലാണ് ഇപ്പോൾ അത് ആ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു സിബിൻ്റെ ഭാഗം ഈ സൈഡിലേക്കും അതേപോലെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗത്തേക്കും വെച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അതേപോലെ 4 ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് നമ്മൾ സെക്യൂറായി നിൽക്കണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്യുന്നതിന് വേണം. ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ 2 ഭാഗത്ത് എന്ത് ചെയ്ത് കൊടുക്കുക, പിൻ ചെയ്ത്. ഇതുപോലെ 1 സൈഡ് ഫൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 2 ഭാഗവും എന്ത് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ തന്നെ ഇതിപ്പോൾ അടിയിൽ സിബ് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 ഭാഗത്തും. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പിന്നെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലെ നോക്കിയേ സ്റ്റിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ്ങിനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലൈനിങ് പീസിനെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ അതിനെന്ത് ചെയ്ത് കൊടുക്കുക, അവിടെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്താണ്, അതിൻ്റെ നെക്കാണ്. നെക്ക് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ സിബ് വരുന്ന ഭാഗത്തൂടെ ഒന്നുകൂടെ എന്ത് ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ തന്നെ കൊടുക്കുക. പിന്നീട് അതിൽ വരുന്ന നെക്ക് പോർഷൻ എന്ത് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയൊക്കെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉള്ളൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, അരിച്ചൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ സിപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ആ ഒരു ഇൻവിസിബിൾ സിപ്പ് വെക്കാൻ അറിയില്ല എന്നും കരുതിയിട്ട് എന്ത് ചെയ്യണ്ട, അത് വെക്കാതിരിക്കേണ്ട. നല്ല ഈസിയാണ്. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.